ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് മൊറോക്കോ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള മനോഹരമായ ഒരു ബീച്ചിലേക്കാണ്. ആ ബീച്ചിൽ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ വളരെ അടുത്ത് മനോഹരമായിട്ട് നൈറ്റ് വ്യൂവിൽ കാണുവാൻ സാധിക്കും. പോകുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും ഉമ്മലസത്തുള്ള പാനേഷ്യയുടെ ടീ ഷോപ്പിൽ ഒന്നിച്ചുകൂടി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഉമ്മലസത്ത് നേരെ ഗലാലിയിലേക്ക് തിരിച്ച് ഗലാലിയിലാണ് ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഗലാലിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ആദ്യം പോയത് നമ്മൾ ഉമൽ ഷഗർ ഗ്രിൽസിലേക്കാണ്. ഉമൽ ഷഗർ ഗ്രിൽസിൻ്റെ ഒരുപാട് ഷോർട്സും വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ എൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ല് കിട്ടുന്ന ഒരു മനോഹരമായ ഒരു സ്പോട്ടാണ് ഉമൽ ഷഗർ ഗ്രിൽസ്. ഇത് ഗലാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് റംദാൻ പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 700 ഫിൽസ് വാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ പ്ലേറ്റ് ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടും. ഈ ഒരു വീഡിയോസ് ഞാൻ എടുത്തത് റംദാൻ ടൈമിലാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഈ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ ഈ സമയത്തൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് തിരക്കുകളൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നോമ്പ് തുറന്ന ആൾക്കാരൊക്കെ വരുന്ന സമയമായിട്ടേ ഉള്ളൂ. റംദാൻ പ്രമാണിച്ച് ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി മുതൽ 3 മണി വരെയാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന ആൾക്കാരൊക്കെ വരുന്ന സമയമായിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് വലുതായിട്ടൊരു ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടെ കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ട്. സാധാരണ എപ്പോഴും വന്നാലും ഇവിടെ നല്ല തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ല. എന്തായാലും തുർക്കിഷ് ഗ്രില്ലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരു ഗ്രില്ല് ഷോപ്പാണ് ഉമൽ ഷഗർ ഗ്രിൽസ്. ഇത് ഗലാലിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തായാലും കുറേ ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഉമൽ ഷഗർ ഗ്രിൽസിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗലാലിയിലാണ്. ഇവിടുന്ന് നമുക്ക് ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡൈനിങ് ഇല്ല. ടേക്ക് അവേയും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് സാധാരണ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ആ ബീച്ചിൽ എയർപോർട്ടിനടുത്തുള്ള ആ ഒരു പാർക്കിൽ പോയാണ് സാധാരണ കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തുർക്കിഷ് ഗ്രില്ല് ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഉമൽ ഷഗർ ഗ്രിൽസ് എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ റംദാൻ വിശേഷങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എത്തി. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ കൊടുത്ത 4 ഷിഷ് താവുക്ക്, 2 ഫുൾ ഗ്രില്ല്, അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ നമുക്കിപ്പോൾ എത്തിയിരിക്കുവാണ്. നമ്മളിപ്പോൾ ഉമൽ ഷഗർ ഗ്രിൽസിൽ നിന്ന് ഗ്രില്ലൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗലാലിൽ തന്നെയുള്ളൊരു സ്ഥലത്താണ്. ഒരു സീ സൈഡാണ്. സാധാരണ ഞങ്ങളിവിടെ വന്നിട്ടാണ് മുൻപും കഴിച്ചിട്ടുള്ളത്. അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഉമൽ ഷഗർ ഗ്രിൽസിലെ ഡൈനിങ് ഇല്ല. ടേക്ക് അവേയും അതുപോലെ തന്നെ ഹോം ഡെലിവറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഒരു ലോ ബഡ്ജറ്റ് ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിലറിൽ വെച്ച് സാധനങ്ങളൊക്കെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളോടൊപ്പം ബിനുണ്ട്, നികാസുണ്ട്, രാജുണ്ട്, സാബത്ത് ഫാമിലി ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഉമൽ ഷഗർ ഗ്രില്ലിൽ നിന്ന് മേടിച്ച ഫുഡൊക്കെ ആ ലോബൻ്റെ ട്രെയിലറിൻ്റെ മേലെ വെച്ച് കഴിക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മനോഹരമായ ഒരു സ്പോട്ടാണ്. പറയത്തക്ക വലിയൊരു ബീച്ചോ കാര്യങ്ങളൊന്നുമല്ല, ഒരു സീ സൈഡാണ്. അപ്പോൾ ആ സീ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ മൊറോക്കോ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ അതുപോലെ തന്നെ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് അടുത്ത് കാണുവാൻ കഴിയുന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എല്ലാ ഫ്ലൈറ്റുകളും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ലാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയും. നൈറ്റ് വ്യൂവും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് ഫ്ലൈറ്റുകളാണ്. ഒരു 50 മിനിറ്റ്സിൻ്റെ ഇടവേളകളിൽ ഇങ്ങനെ ഫ്ലൈറ്റുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് കാണാം. എന്തായാലും മനോഹരമായ ഒരു സ്പോട്ടാണ്. ഒരുപാട് തവണ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ വന്ന് കുറേ നേരെ ഇരിക്കുകയും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉമൽ ഷഗർ ഗ്രിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക റെസിപ്പി വെച്ചുണ്ടാക്കിയ ഷിഷ് താവാക്കും ഗ്രിൽസൊക്കെ കിട്ടുന്നത് മനോഹരമായ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലൊക്കെ കിട്ടുന്ന ഒരു തുർക്കിഷ് റെസ്റ്റോറൻ്റാണ്. ഒരുപാട് തവണ ഞങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഉമലസത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. Never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the hype